Hello students, today we can have a discussion on the case questions which were asked in the December 2024 examination. So, ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത് അത് ആൻസർ കീ ആണെന്ന് ധരിക്കരുത്. സജസ്റ്റഡ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സജഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് മെറ്റീരിയലിൽ നിന്നുള്ള കോപ്പി പേസ്റ്റ് ആണ് പല ഭാഗങ്ങളും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾ കഴിയുമ്പോൾ, ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ വിചാരിക്കും, ഓ ഇത്രയും നല്ല എളുപ്പമുള്ള പേപ്പർ ആയിരുന്നല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ ആ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് ചില അറിയുന്ന പോയിന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെന്ന് വരും. ആ ഒരു ദിവസത്തെ ഒരു ലക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എക്സാം എഴുതി കിട്ടാഞ്ഞിട്ടുള്ള ആളുകൾ അത് ടെൻസ്ഡ് ആവുമൊന്നും വേണ്ട. ഇത്രയും സിമ്പിൾ സംഭവമാണല്ലോ എന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ആ ഒരു ദിവസം നമ്മളൊരു സ്ട്രെസ്സും പ്രഷറൊക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ എന്ത് വരും, ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടാവണം. എന്നിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിൽ 1% കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഗൗതം ഓഫ് ഉത്തർപ്രദേശ് incorporated 1% company. In compliance to law, he appointed his brother Rohit as nominee. അപ്പോൾ 1% കമ്പനി നമുക്കറിയാം, സോൾ മെമ്പർ മാൻഡേറ്ററി ആണ്, നോമിനി ഇസ് ഓൾസോ മാൻഡേറ്ററി. അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം നോമിനി ഉണ്ടാവണം, അതേപോലെ തന്നെ സോൾ മെമ്പർ ഉണ്ടാവണം. ബോത്ത് ആർ റെസിഡന്റ് ഇന്ത്യൻ സിറ്റിസൺസ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാൻഡേറ്ററി ആണ്, നാച്ചുറൽ പേഴ്സൺ ആവണം, ഇന്ത്യൻ സിറ്റിസൺസ് ആവണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാൻഡേറ്ററി അല്ല. എബ്രോഡുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, റെസിഡന്റ് അല്ലെങ്കിൽ പോലും അവർക്ക് OPC-യിൽ നോമിനി സോൾ മെമ്പർ ആവുന്നതുകൊണ്ട് പ്രശ്നമില്ല. പോസ്റ്റ് കോവിഡ് അമെൻമെന്റ് ആണത്. ഓൺ 12th of February 2024, Rohit left India permanently to settle in Dubai and he has withdrawn his nomination. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷാണ്, അദ്ദേഹം നോമിനേഷൻ പിൻവലിച്ചു. യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് ഇൻ ലൈറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. So what action shall be taken by Gautam when he gets notice of withdrawal and within വാട്ട് ടൈം ലിമിറ്റ്? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നോട്ടീസ് ഓഫ് വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഹിത് മാറണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം പുറത്തു പോകുമ്പോൾ മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് ഹി ഹാസ് ഗിവൺ ഹിസ് ഇൻറ്റെൻറ്റ് ടു വിഡ്രോ ദ കൺസെൻറ്റ്, അവിടെ പുതിയൊരാളെ സോൾ മെമ്പർ കണ്ടുപിടിക്കുകയും ആ പേഴ്സന്റെ കൺസെൻറ്റ് എടുക്കുകയും ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ROC ഇൻ ഫോം നമ്പർ INC4. ഇതാണ് ആ റിക്വയർമെന്റ് വരുന്നത്. Second question, Gautam wants to appoint his minor son Abhijit as nominee. Examine with relevance. അതിന്റെ കറക്റ്റ്നെസ് ആണ്. മൈനർക്ക് പിന്നെ നോമിനി ആവാനും പറ്റില്ല, ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അഭിജിത്തിനെ നോമിനി ആക്കാൻ കഴിയില്ല. ഇൻ കേസ് ഗൗതം ഫെയിൽ ടു അപ്പോയിന്റ് നോമിനി, വാട്ട് ഷാൽ ബി ദ ലീഗൽ കോൺസിക്വൻസ്? ഇപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതാണ്, OPC ആണോ സോൾ മെമ്പറും നോമിനിയും ഉണ്ടാവുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ വയലേഷൻ ആയിരിക്കും. സോ ദേ വിൽ ബി ലയബിൾ ഫോർ പെനാൽറ്റി. 5,000 rupees പെനാൽറ്റി അവർക്ക് ലയബിൾ ആയിരിക്കും. നമുക്കിതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് എക്സാക്ട് ആൻസർ ആണെന്നൊന്നും അല്ല നമ്മൾ വാദിക്കുന്നത്, ഇതൊരു ഫ്രെയിം വർക്ക് മാത്രമാണ്. ഓക്കെ, ഇതൊരു സജഷൻ ആണ്. അപ്പോൾ സജസ്റ്റഡ് ആൻസർ പോലെ നമ്മൾ തരുന്ന ഒരു സജഷൻ ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതല്ലാതെ ഇതിന്റെ ഒതന്റിസിറ്റി അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ വാദിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു സജഷൻ പറയും, നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ വെദർ ഇറ്റ് ഈസ് ഗിവൺ ഇൻ സജസ്റ്റഡ് ആൻസർ ഓർ നോട്ട്, ലീഗൽ പ്രൊവിഷൻ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 3 ഹെഡിങ്ങിലാണ് നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്: ലീഗൽ പ്രൊവിഷൻ, സിറ്റുവേഷൻ ഓഫ് കേസ് ആൻഡ് അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷൻ ഇസ് റിലേറ്റിംഗ് ടു സെക്ഷൻ 3, ദെൻ റൂൾ 3, റൂൾ 4, റൂൾ 7A ഓഫ് കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ് 2014. അത് അറിയില്ലെങ്കിൽ, റൂൾ അറിയില്ലെങ്കിൽ റെലവെന്റ് റൂൾസ് എന്ന് എഴുതിയാൽ മതി, ആസ് പെർ കമ്പനീസ് ആക്ട് എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ അറിയുന്നോണ്ട് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് ഇത് അറിയാതെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, റെലവെന്റ് റൂൾസ്ന്നോ റെലവെന്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സോ 1% കമ്പനി ഡെഫിനേഷൻ നമ്മൾ കൊടുക്കുന്നു, വിച്ച് ഹാസ് ഓൺലി 1 person ആസ് മെമ്പർ.
കാരണം ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ യു ഹാവ് ടു ഗിവ് ആൻ ഇൻട്രോ ഓൾസോ. സോൾ മെമ്പർ ഓഫ് OPC ഷാൽ നോമിനേറ്റ് നെതർ പേഴ്സൺ ആസ് നോമിനി ഹു ഷാൽ ബിക്കം സോൾ മെമ്പർ ഇൻ ദ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് സോൾ മെമ്പർ. നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. Then sole member and nominee shall be natural person, citizen, may or may not be resident in India. Minor cannot be appointed as sole member or nominee. There will be 3 situations in which nominee changes. ഒന്ന് withdrawal of consent ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് സോൾ മെമ്പർ നോമിനീനെ മാറ്റുന്നു. ഈതർ ഓൺ ഡെത്ത്, ഈതർ ഓൺ ഇൻകപ്പാസിറ്റി, അല്ലെങ്കിൽ അദ്ദേഹം വോളണ്ടറിലി മാറ്റുന്നു, അല്ലെങ്കിൽ വെൻ നോമിനി ബിക്കം സോൾ മെമ്പർ ഇൻ ദ ഇവന്റ് ഓഫ് ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് സോൾ മെമ്പർ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മളിവിടെ ക്ലബ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നു, നോമിനി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്. ഇതല്ലേ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. സോ നോമിനി ഹാസ് ടു ഇന്റിമേറ്റ് സോൾ മെമ്പർ ടു ഫൈൻഡ് ന്യൂ നോമിനി ആൻഡ് ഒബ്റ്റെയിൻ കൺസെന്റ് ഇൻ ഫോം നമ്പർ INC4 വിത്തിൻ 15 days of receipt. സോൾ മെമ്പർ ടു ഇന്റിമേറ്റ് ദ കമ്പനി ടു ഫയൽ വിത്ത് ROC INC4. INC3 ഇല്ല കേട്ടോ, INC3 എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ സജസ്റ്റഡ് ആൻസറിൽ അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും പ്രൊവിഷൻസ് നമ്മൾ മെൻഷൻ ചെയ്തതിന് ശേഷം വി വിൽ എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ഓഫ് ദാറ്റ് കേസ് ആൻഡ് ദ അനാലിസിസ്. ജസ്റ്റ് ഒരു 2-3 ലൈൻസിൽ മെൻഷൻ ചെയ്ത് എഴുതാം, അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാരണം ഓൾറെഡി അത് ക്വസ്റ്റ്യനിലുള്ള ഭാഗങ്ങളാണ്. സോ ഗൗതം ഓഫ് UP ഇൻകോർപ്പറേറ്റഡ് OPC നോമിനേറ്റഡ് ഹിസ് ബ്രദർ Rohit as nominee. 12th of February, Rohit left to Dubai to reside there permanently, withdraw his consent. Gautam wished to appoint his minor son Abhijit. ക്വസ്റ്റ്യൻ അതേപോലെ നമ്മൾ മെൻഷൻ ചെയ്തു. ദെൻ നമ്മൾ ഇനി കൺക്ലൂഡ് ചെയ്യുന്നു, വി ആർ ഗിവിംഗ് അവർ ഒപ്പീനിയൻ. റിസൈഡിങ് ഇൻ ദുബായ് പെർമനന്റ്ലി വിൽ നോട്ട് ഹാവ് എനി എഫക്ട് ഓൺ നോമിനേഷൻ. പിൻവലിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇഫ് ഹി വിഷ് ടു വിഡ്രോ നോമിനേഷൻ, ഗൗതം ടു ഫൈൻഡ് ന്യൂ നോമിനി ആൻഡ് ഫയൽ ദ ഡീറ്റെയിൽസ് വിത്ത് ROC. ഏത് ഡീറ്റെയിൽസ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, 30 ഡേയ്സിൻ്റെ ഉള്ളിൽ INC4 ഫയൽ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. സോ വി ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ് ദ സെയിം അഗെയിൻ. Then minor cannot be appointed as nominee or hold shares with beneficial interest. So Abhijit cannot be appointed as nominee. So we have given answer to the second question also. The third question was related to the statutory requirement of nominee. Appo nominee illa engil OPC has violated the provision, so they will be attracting or they will be liable for penalty of rupees 5,000 and further fine of rupees 500 per day. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഓഫ് പെനാൽറ്റി ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവാലോ. ഞാൻ പറയുന്ന ആ ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിൽ ചിലപ്പോൾ ഈ പെനാൽറ്റി ഓർമ്മ ഉണ്ടാവില്ല. സോ പെനാൽറ്റി ആസ് പെർ ദ പ്രൊവിഷൻസ് എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് അത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബൈ ചാൻസ് ഇഫ് യു ആർ നോട്ട് റിമെമ്പറിംഗ് ദ സെയിം ഓൺ ദ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, യു ജസ്റ്റ് ഗിവ് there will be penalty, there will be penal provision as per the provisions of Companies Act. സോ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള സംഭവമാണ്, സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ല നമ്മൾ. ആ ഒരു ലെവലിൽ ആലോചിച്ച് നോക്കാം. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടില്ല, ഒബ്ജക്റ്റീവ് നമ്മൾ എടുത്തിട്ടില്ല, കേസ് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഇലക്ട്രോണിക് ഫോം ആസ് പെർ സെക്ഷൻ 128. സോ ഈ 128 എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചു. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലൊക്കേഷൻ, മാനർ, പീരീഡ് ഓഫ് മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷൻ, ഈ 4 കാര്യങ്ങൾ പറയുന്നല്ലേ നമ്മൾ 128 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ മാനർ ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ഫിസിക്കൽ ഫോമും ഉണ്ട്, ഇലക്ട്രോണിക് ഫോമും ഉണ്ട്. ഇലക്ട്രോണിക് ഫോമിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിൽ ആക്സസിബിൾ ആയിരിക്കണം, റീറ്റെയിൻ കംപ്ലീറ്റ്ലി ഇൻ ദ ഫോമാറ്റ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ജനറേറ്റഡ്, സെൻഡ്, റിസീവ്ഡ്, ആൾട്ടർ ചെയ്യാൻ പാടില്ല, എക്സെട്ര എക്സെട്ര എക്സെട്ര. ആ പ്രൊവിഷൻസ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ മാർക്ക് ഉള്ളത് കൊണ്ട് ചെറിയൊരു ബേസിക് സംഭവം കൂടി പറയണം. നേരിട്ട് പോയിന്റിലേക്ക് എൻട്രി ചെയ്യരുത്. യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ലീഗൽ പ്രൊവിഷൻ, സിറ്റുവേഷൻ, കേസ് ക്വസ്റ്റൻ അല്ലല്ലോ, അതൊന്നും എഴുതണ്ട. പക്ഷേ നമ്മൾ ആ ഒരു ലീഗൽ പോയിന്റ് നമ്മൾ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? സോ ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ 128. റീഡ് വിത്ത് റെലവൻറ്റ് റൂൾസ്. റൂൾ 3 ആണ് കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014. സോ അതിലുള്ള പ്രൊവിഷൻസ് നമുക്ക് മെൻഷൻ ചെയ്യാം. കാരണം ഈ റൂൾ 3 ഒക്കെ നമ്മൾ വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഡിവിഡൻഡിൽ നമ്മൾ റൂൾ 3 ആണ്, അക്കൗണ്ട്സിൽ ഇ ഫോം റൂൾ 3 ആണ്, നമ്മൾ ബോർഡ് മീറ്റിംഗ് ഡേയിൽ നമ്മൾ VC OAVM നമ്മൾ റൂൾ 3 ആണ് പറയുന്നത് അല്ലേ? സോ എവറി കമ്പനി, ഇതൊരു ഇൻട്രോ ആണ് കേട്ടോ. എവറി കമ്പനി ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ എവറി ഫൈനാൻഷ്യൽ ഇയർ വിച്ച് ഗിവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച് ഓഫീസസ്.
Okay, it should be able to explain the transactions effected at registered office and branch office. Registered office ഉണ്ട്, registered office and branch office. It should be prepared on accrual basis and on the basis of double entry system. I'm sorry, double entry system. ഇനി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കമ്പനി ക്യാൻ ഹാവ് ഓർ ദേ ആർ ഹാവിംഗ് ദ ഓപ്ഷൻ ടു കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഫിസിക്കൽ ഫോമാറ്റ് ആസ് വെൽ ആസ് ഇൻ ഇലക്ട്രോണിക് മോഡ്. ഇലക്ട്രോണിക് മോഡിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ദേ ഹാവ് ടു കംപ്ലൈ ദ കണ്ടീഷൻസ് വിച്ച് ആർ സ്പെസിഫൈഡ് ഇൻ റൂൾ 3. ഏതൊക്കെയാ കണ്ടീഷൻസ്? ഒന്ന്, ആക്സസിബിൾ ഇൻ ഇന്ത്യ അറ്റ് ഓൾ ടൈംസ് സോ ആസ് ടു ബി യൂസ്ഫുൾ ഫോർ സബ്സിക്വന്റ് റെഫറൻസ്. പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്ത് വേണം? ഓഡിറ്റ് ട്രെയിലും വേണം, ദെൻ എഡിറ്റ് ലോഗ് വിത്ത് ഡേറ്റിന്റെ കാര്യങ്ങൾ. ഞാൻ സാപ്പിന്റെ എക്സാമ്പിളും ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഗ്രഡേഷനൊക്കെ പറഞ്ഞില്ലേ, എഡിറ്റ് ലോഗ് വന്നിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ. then it shall be retained completely in the format in which it is generated, received or sent. ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വരുന്നത് ആൾട്ടർ ചെയ്യാൻ പാടില്ല. ദെൻ അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഷാൽ ബി ഡിസ്പ്ലേ കേപ്പബിൾ ഓഫ് ബീങ് ഡിസ്പ്ലേഡ് ഇൻ ലെജിബിൾ ഫോം, പ്രോപ്പർ സിസ്റ്റം ഫോർ സ്റ്റോറേജ്, റിട്രീവൽ, ഡിസ്പ്ലേ, പ്രിന്റ് ഔട്ട്. Then backup shall be made in servers located in India on daily basis. Following details has to be furnished to ROC: name of service provider, IP, internet protocol, location, address of cloud. Cloud-ലാണെങ്കിൽ വെബ് സെർവർ ആണെങ്കിൽ അതിന്റെ ക്ലൗഡ് ഡീറ്റെയിൽസ്. സർവീസ് പ്രൊവൈഡർ ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, പേഴ്സൺ ഇൻ കൺട്രോൾ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് പറയാൻ വളരെ എളുപ്പമാണല്ലോ. അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പോയിന്റ്സ് അതിലേക്ക് ഉൾപ്പെടണം എന്നുള്ളൊരു പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ ജൂൺ 25 വരുന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ പോയിന്റ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കമ്മിയല്ലേ, വളരെ കുറവാണത്. ഓക്കെ, then third question, third part A, Mirinda Limited is an unlisted company with a paid up capital of 40 crore and turnover of rupees 350 crore. The company has the top management personnel: Rajiv Misra, who is promoter and MD, Pritham, non-executive chairperson, Charan Chanda is director of finance, Arun Sinha is director of operation and related to promoter, Supiti is company secretary. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ബോർഡ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണോ എന്ന് പറഞ്ഞാൽ ഇത് അൺലിസ്റ്റഡ് കമ്പനിയാണ്. സോ ആസ് പെർ സെക്ഷൻ 149 സബ്സെക്ഷൻ 1 എത്ര ഡയറക്ടേഴ്സ് വേണം? മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ഇവിടെ എത്ര പേരുണ്ട്? 1, ദെൻ നമ്പർ 2, നമ്പർ 3, നമ്പർ 4 ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓക്കെ ആണ്. പക്ഷേ അവരുടെ ടേൺ ഓവർ 350 crore ആയതുകൊണ്ട് ദേ വിൽ ബി റിക്വയർഡ് ടു അപ്പോയിന്റ് എ പേഴ്സൺ ആസ് വുമൺ ഡയറക്ടർ. ഓക്കെ, പ്രൊവൈസോ 2 to സെക്ഷൻ 149 സബ്സെക്ഷൻ 1. പക്ഷേ ഇവിടെ വുമൺ ഡയറക്ടർ ഇല്ല, അപ്പൊ അതൊരു നോൺ കംപ്ലയൻസ് ആയിട്ട് വരും അവിടെ. ദെൻ അനുരാഗ് സിൻഹ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ഡെഫിനിഷൻ ക്വാളിഫിക്കേഷൻസ് പറയുന്ന 149 സബ്സെക്ഷൻ 6 പറയുന്നുണ്ട് എ ഡയറക്ടർ അതർ ദാൻ MD, ഹോൾ ടൈം ഡയറക്ടർ ആൻഡ് നോമിനി. സ്റ്റാർട്ടിങ് തന്നെ അതാണ്. അപ്പൊ നമുക്ക് എന്തായാലും പറ്റില്ല, കാരണം അദ്ദേഹം ഡയറക്ടർ ഓഫ് ഫൈനാൻസ് ആണ്, വിച്ച് മീൻസ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ആണ്, ഹോൾ ടൈം ആണ്. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് ഈസ് റിലേറ്റഡ് ടു പ്രൊമോട്ടർ. നമ്മുടെ പോയിന്റ് നമ്പർ 1 പറയുന്നുണ്ട് 149 സബ്സെക്ഷൻ 6 റിലേറ്റഡ് ടു പ്രൊമോട്ടേഴ്സിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല ആസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. വാട്ട് വിൽ ബി ദ സ്റ്റാറ്റസ്? ഡയറക്ടർ നോമിനേറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടർ നോമിനിയാണ്. ആ ഡയറക്ടർ വുമൺ ആണെങ്കിൽ വുഡ് ഷീ സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ് ഓഫ് വുമൺ ഡയറക്ടർ? ഒരിക്കലും ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വുമൺ ഡയറക്ടർ വിൽ ഹാവ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. സെക്ഷൻ 149 സബ്സെക്ഷൻ 1 പ്രൊവൈസോ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോമിനി ഡയറക്ടറിനെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ലേഡി, ഒരു വുമൺ ഡയറക്ടറുടെ ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു നോമിനി ഡയറക്ടർ, ഇഫ് ഷീ ഇസ് എ വുമൺ, അവരെ നമുക്ക് വുമൺ ഡയറക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അഡീഷണൽ ഡയറക്ടർ അപ്പോയിന്റഡ് ആവുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മൾ കമ്പനിയുടെ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് വരുന്ന മേഘന എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് വരുന്നത് എങ്കിൽ അവർ വുമൺ ഡയറക്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ, ബിക്കോസ് വുമൺ ഡയറക്ടർ ഹാസ് ടു ബി അപ്പോയിന്റഡ് ബൈ മെമ്പേഴ്സ് അറ്റ് ജനറൽ മീറ്റിംഗ്. അപ്പോൾ അത് വേറെയാണ്. വുമൺ ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി അപ്പോയിന്റഡ് അറ്റ് ജനറൽ മീറ്റിംഗ് ഓൺലി. ദെൻ ഈസ് ദർ എനി റിക്വയർമെന്റ് ഓഫ് CFO? ഇത് നമുക്കറിയാം സെക്ഷൻ 203 ലിസ്റ്റഡ് കമ്പനി ആണോ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് 10 crore ഓർ അബവ് ഉള്ള അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ എന്ത് വേണം? MD, CEO, മാനേജർ, ഇൻ ദെയർ ആബ്സെൻസ് ഹോൾ ടൈം ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, CFO വേണം. ഇവിടെ ഓൾറെഡി MD ഉണ്ട്.
CS ഉണ്ട്, സുപ്രീതി കമ്പനി സെക്രട്ടറി ആണ്. സോ CFO റിക്വയർമെന്റും മാൻഡേറ്ററി ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രൊവിഷൻസ് നോക്കാം. ദ സിറ്റുവേഷൻ റിലേറ്റ്സ് ടു സെക്ഷൻ 149, second proviso to 149 subsection 1, which is woman director, 149 subsection 4 applicability of independent director, qualification of independent director, nominee director, then KMP appointment. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അറിയുന്നില്ലെങ്കിൽ അറിയുന്നത് എഴുതുക, അറിയാത്തത് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. നമ്മൾ ആ പോയിന്റ് എഴുതുന്നുണ്ടല്ലോ, പക്ഷെ സെക്ഷൻ എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി ഇല്ല എന്ന് വിചാരിച്ചത് വലിയൊരു കോംപ്ലിക്കേഷൻ ആക്കണ്ട, ബാക്കി പ്രൊവിഷൻസ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയാൽ മതി. So 149 subsection 1 pragaram, public company shall have a minimum of 3 directors and maximum of 15 directors. Clause A pragaram minimum 3, clause B pragaram maximum 50. Following companies shall be required to appoint woman director as per second proviso to 149 subsection 1 listed, unlisted public company having paid up 100 CR or above, public company having turnover of 300 CR or above. Woman director shall be appointed by members in general meeting. On the highlight ചെയ്തിട്ടേക്കുക. Then independent director is required to be appointed in 2 class of companies. Listed company അതിലെ ടോട്ടലിന്റെ 1/3 വേണം. Unlisted public company having paid up 10 CR or above, turnover 100 CR or above, aggregate outstanding loan debenture deposit in excess of 50 crore. അവിടെ മിനിമം 2 ആളുകൾ വേണം. ഓക്കെ, ദെൻ ആസ് പെർ സെക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ കമ്പനീനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവര് ഈ കമ്പനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വരുന്നില്ല ഇതിനകത്ത്. നമുക്ക് ഈ കമ്പനിയുടെ എടുത്തു വരുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 40 crore ആണ് വരുന്നത് അല്ലേ, ടേൺ ഓവർ 350 crore വരുന്നുണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ റിക്വയർമെന്റും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ പ്രൊവിഷൻസും വരുന്നുണ്ട്. So a person who is a relative of promoter cannot become independent director. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടറിന്റെ റിലേറ്റീവിന് എന്തായാലും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റില്ല എന്ന് പറയുന്നു. ഹോൾ ടൈം ഡയറക്ടറിന് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റില്ല. നോമിനി ഡയറക്ടർ ഇസ് എ ഡയറക്ടർ ഹൂസ് നോമിനേറ്റഡ് ബൈ തേർഡ് പാർട്ടി ആൻഡ് അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോയിന്റ്മെന്റ് ഓഫ് KMP ഇസ് മാൻഡേറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് 10 crore ഓർ അബവ്. അങ്ങനെയാണെങ്കിൽ അവർ MD, CEO, മാനേജർ ഓർ ഇൻ ദെയർ ആബ്സെൻസ് ഹോൾ ടൈം ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, CFO ഇവരെ 3 പേരെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ നോൺ കംപ്ലയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നോൺ കംപ്ലയൻസ് മിനിമം ഡയറക്ടേഴ്സ് ഓക്കെയാണ്, പക്ഷെ ഇൻഡിപെൻഡന്റും ഇല്ല അവിടെ, അതേപോലെ വുമൺ ഡയറക്ടറും ഇല്ല. ഓക്കെ, ദെൻ സിറ്റുവേഷൻ ഓഫ് കേസ് എന്ന് പറയുന്നത് ദേ ആർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് 40 crore, ടേൺ ഓവർ 350 crore. കമ്പനി ഹാസ് 4 directors ഓൺ ബോർഡ്, 3 directors ആർ എക്സിക്യൂട്ടീവ് ആൻഡ് 1 director is നോൺ എക്സിക്യൂട്ടീവ്. As a board consists of 4 directors, there is no non-compliance. പക്ഷേ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം, വുമൺ ഡയറക്ടറുടെ കേസും നമ്മൾ മെൻഷൻ ചെയ്യണം, അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ കേസും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെയും അപ്പോയിന്റ് ചെയ്യാൻ ലയബിൾ ആണ്, ബട്ട് ദേ ഹാവ് നോട്ട് അപ്പോയിന്റഡ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. അരുൺ സിൻഹ ഇസ് ഡയറക്ടർ ഓപ്പറേഷൻ വിച്ച് ഇസ് ഹോൾ ടൈം ഡയറക്ടർഷിപ്പ് ആൻഡ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു പ്രൊമോട്ടർ. സോ ഇവരെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ ബാങ്ക് വിൽ ബി നോമിനി ഡയറക്ടർ. വുമൺ ഡയറക്ടേഴ്സ് ആർ ടു ബി അപ്പോയിന്റഡ് ഇൻ ജനറൽ മീറ്റിംഗ്. സോ ഇഫ് ദ നോമിനി ഡയറക്ടർ വാസ് അപ്പോയിന്റഡ് ബൈ ബോർഡ് ഇസ് വുമൺ, ദ കംപ്ലയൻസ് റിലേറ്റഡ് ടു വുമൺ ഡയറക്ടർ കനോട്ട് ബി ഫുൾഫിൽഡ്. നേരത്തെ ഞാൻ പറഞ്ഞു അത്. ദെൻ ടേൺ ഓവർ 350 crore ആയതുകൊണ്ട് വുമൺ ഡയറക്ടർ റിക്വയർഡ് ആണ്. ഇത് നമുക്ക് 0.3 ആയിട്ട് തന്നെ എഴുതാം. ദെൻ 0.4, ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ പെയ്ഡ് 40 crore ആയതുകൊണ്ട് ഹോൾ ടൈം KMP കംപ്ലൈഡ് ആണ്. അപ്പോൾ ഓൾറെഡി MD ആൻഡ് CS ഉള്ളതുകൊണ്ട് അവർ CFOനെ കൂടി അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വുമൺ ഡയറക്ടറുടെ നോൺ കംപ്ലയൻസും അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ നോൺ കംപ്ലയൻസും നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്, അതുകൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, മൂവിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ, പാർട്ട് B, ഡാറ്റ പ്രൊട്ടക്ഷൻ അണ്ടർ IT ആക്ട്. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൂഷൻ കുറക്കുക എന്നുള്ളതാണ്. മറ്റൊരാൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, പ്രൈവസിയിലേക്ക് എൻട്രി ചെയ്യുന്നത് കുറക്കുക എന്നുള്ളതാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഇനി ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൊവിഷൻസ് അല്ലെങ്കിൽ IT ആക്ടിന്റെ പ്രൊവിഷൻസ് വളരെ വീക്കാണ് ഇൻ ടേംസ് ഓഫ് പണിഷ്മെന്റ് ആൻഡ് പീനൽ പ്രൊവിഷൻ. പുതിയ 3 കാര്യങ്ങളുള്ളത് 43A എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത്. 72A എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്, ഇത് ഇംപ്രിസൺമെന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 25 lakh വരെയായി. പിന്നെ സെൻസിറ്റീവ് ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് 2011, ആ റൂള് കൂടിയാണ് ഇവിടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ,
So the concept of data protection is specified in IT Act 2000. It refers to policies and procedures that aims to minimize one intrusion into privacy caused by collection, storage and dissemination of personal data. Personal data refers to data or information from which the identity of person can be obtained. Okay, IT Act they lack the provision with respect to data protection and privacy. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 43A ഇൻസേർട്ട് ചെയ്തു, 72A ഇൻസേർട്ട് ചെയ്തു, സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് 2011 വന്നു. അപ്പോൾ 43A പ്രകാരം ബോഡി കോർപ്പറേറ്റ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും വയലേഷൻസ് വരുത്തിയാൽ ദേ ഹാവ് ടു മേക്ക് ഗുഡ് ദ ലോസ്, ഡാമേജസ് മാത്രമാണ്. 72A പ്രകാരം പേഴ്സണൽ ഡേറ്റ മറ്റൊരാൾക്ക് ഡിസിമിനേറ്റ് ചെയ്താൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 year 5 lakh ഒക്കെ ആയിരുന്നു, ഇപ്പം അത് 25 lakhന്റെ പെനാൽറ്റി മാത്രമാക്കി ഇംപ്രിസൺമെന്റ് ഒക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ, ദെൻ സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ഓർ ഇൻഫർമേഷൻ റൂൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ് ഫോർ കളക്ടിങ് സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ. സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ പറഞ്ഞാൽ എന്താ, നമ്മുടെ ATM പിൻ, ദെൻ UPI ID, പാസ്വേഡ് എക്സെട്ര, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ബയോമെട്രിക്സ്, വോയിസ് പാറ്റേൺ, ഹെൽത്ത് റെക്കോർഡ്സ് എക്സെട്ര. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഒരു പോളിസി ഉണ്ടാക്കണം, അത് പോളിസി അപ്ഡേറ്റ് ചെയ്യണം, പെർമിഷനോട് കൂടി കളക്ട് ചെയ്യണം, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസെന്റ് എടുക്കണം, ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് മെൻഷൻ ചെയ്യണമെന്നില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ, ശരിക്കും പുതുതായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻസ് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലെങ്കിൽ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷന്റെ ഏതെങ്കിലും 2-3 പ്രൊവിഷൻസ് കൂടി അവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു എംപ്റ്റി സ്പേസ് പോലെയൊക്കെ തോന്നി, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിൽ അതുകൂടെ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 പാർട്ട് A. അണ്ടർ സെക്ഷൻ 28 ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, റെസൊല്യൂഷൻ പ്രൊഫഷണൽ വിൽ ഹാവ് ടു ടേക്ക് പ്രയർ അപ്രൂവൽ ഇൻ സം കേസസ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 28 എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നമുക്കറിയാം 2/3 മെജോറിറ്റി ആണ് വേണ്ടത്, 66% മെജോറിറ്റി ആണ് വേണ്ടത്. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഫൈനാൻസ് എടുക്കുന്നതിനോ പുതിയ സെക്യൂരിറ്റി വെക്കുന്നതിനോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിനോ ഒക്കെ കമ്മിറ്റിയുടെ അപ്രൂവൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ 2/3 മെജോറിറ്റി ആണ് വേണ്ടത്. നമ്പർ 2, ഫോർ റേസിംഗ് എനി ഇന്ററിം ഫൈനാൻസ്, ദെൻ ക്രിയേറ്റിംഗ് എനി സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓവർ ദ അസറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെറ്റർ, ചേഞ്ചിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, റെക്കോർഡ് എനി ചേഞ്ചസ് ഇൻ ഓണർഷിപ്പ്, giving instruction to financial institutions for any debit transaction beyond the prescribed amount, then undertake any related party transaction, amend memorandum articles, constitutional documents, delegating authority to any other person. So ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണം, 2/3 മെജോറിറ്റി വേണം എന്നുള്ളത് മാൻഡേറ്ററി. ഓക്കെ, then 4B, what is meant by corporate governance? How are the listed companies required to submit periodic reports? See, ഇതിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഞാൻ എടുക്കുമ്പോൾ പറയും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ്, ബട്ട് യുവർ ആൻസർ ഹാസ് ടു ബി സപ്പോർട്ടഡ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ലോ. വെറുതെ ചുമ്മാ കോർപ്പറേറ്റ് ഗവർണൻസ് തള്ളി വിടരുത്. ഇപ്പൊ ഗവർണൻസിന്റെ കംപ്ലയൻസ് റിപ്പോർട്ട് ഉണ്ട് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ്, റെഗുലേഷൻ 27 ഓഫ് ലിസ്റ്റിംഗ് റെഗുലേഷൻ, ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ 2015. ഓക്കെ, നമുക്കില്ല LODR നമുക്ക് പഠിക്കാനുള്ള, പക്ഷെ ഞാൻ പറയും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റിംഗ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ടാണ്, ക്വാർട്ടർലി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ 6 months ഫ്രം ദ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ, ഹാഫ് ഇയർലി, നമ്മളിങ്ങനെ 4 പാറ്റേൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ജസ്റ്റ് നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് പറയാം. അത് ഞാൻ പറഞ്ഞില്ലേ, കോർപ്പറേറ്റ് ഗവർണൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്, ഡിഫറെന്റ് ഫേസസ് ബൈ ഡിഫറെന്റ് പേഴ്സൺ. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, ദെൻ provisions related to compliance report on corporate governance is explained under regulation 27 of LODR. Regulation number ഓർമ്മയില്ലെങ്കിൽ relevant regulation of listing regulation, SEBI provisions എന്ന് എഴുതിയാലും മതി. അപ്പൊ ഇത് പ്രകാരം നമ്മളെടുത്ത് പറയുന്നത് ക്വാർട്ടർലി ബേസിസിൽ നമ്മൾ കൊടുക്കണം, ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ കൊടുക്കണം, 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ, ഹാഫ് ഇയർലി ബേസിസ്, അത് ഏറ്റവും പുതിയതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റഡ് കമ്പനി ലോൺ കൊടുക്കില്ലേ പ്രൊമോട്ടേഴ്സിനും പ്രൊമോട്ടർ ഗ്രൂപ്പിനും കൺട്രോളിംഗ് എൻറ്റിറ്റിക്കും ഒക്കെ കൊടുക്കില്ലേ, ആ ഡീറ്റെയിൽസ് കൂടി മെൻഷൻ ചെയ്യാനാണ് നമ്മൾ ഹാഫ് ഇയർലി ബേസിസിൽ നമ്മൾ കൊടുക്കുന്നത്. Then report shall be signed by company secretary, compliance officer or MD or CEO or CFO. അപ്പോൾ നമുക്കറിയാം ലിസ്റ്റഡ് എൻറ്റിറ്റിയിലെ കമ്പനി സെക്രട്ടറിനെ നമ്മൾ വിളിക്കുന്നത് കംപ്ലയൻസ് ഓഫീസർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ,
Then examine the important aspect relating to due diligence and various aspects to be seen in the context of evaluation of CSR project before the project cost are incurred. ഇപ്പോൾ ഡി ഡി ഓർ ഡ്യൂ ഡെലിജൻസ് പറഞ്ഞാൽ നമ്മളൊരു വെരിഫിക്കേഷൻ ആണ്. നമ്മളൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ആംഗിൾസും വെരിഫൈ ചെയ്യുന്നതിനാണ് ഡ്യൂ ഡെലിജൻസ് പറയുന്നത്. അപ്പോൾ ഇത് ആക്ടുമായി റിലേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ഓർ എൻറ്റിറ്റി ബിഫോർ ഇനീഷ്യേഷൻ ഓഫ് എ ബിസിനസ് അറേഞ്ച്മെന്റ് ആണ്. ഇത് നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നതിന് മുന്നേയും ശേഷമൊക്കെ ചെയ്യാം. അപ്പോൾ അത് നോക്കേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് ജനറൽ ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെ ആണ് നേച്ചർ ഓഫ് പ്രോജക്റ്റ്, കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, ഏതെങ്കിലും പ്രോജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആണോ, കൊളാബറേറ്റീവ് ആണോ, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി, ഫീസിബിലിറ്റി സ്റ്റഡി, ഇംപ്ലിമെന്റേഷൻ ടൈം, മെഷറബിൾ ആണോ, മോണിറ്ററിംഗ് ആണോ, ഇമ്പാക്ട് എന്തൊക്കെയാണ്. നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ 5B പബ്ലിക് കമ്പനിയാണ്, വിച്ച് ഹാസ് 600 members, issued and paid up capital 5 crore ആണ്, 5 lakh equity shares of 100 each. 90 members holding 1,10,000 equity shares filed a petition before tribunal for the purpose of relief against oppression and mismanagement by majority shareholders. Answer the following. See, oppression mismanagement ആണെങ്കിൽ നമ്മൾ റിവിഷനിലും നമ്മൾ പറഞ്ഞു അപ്ലൈ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 100 members ആണ്, അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിന്റെ 10% ആണ്, വിച്ച് എവർ ഇസ് ലെസ്. ടോട്ടൽ മെമ്പേഴ്സ് എത്രയാ, 600, അതിന്റെ 10% എത്രയാണ്, 60 ആണ്. എത്ര പേര് ഇവിടെ അപ്ലൈ ചെയ്തു, 90 members അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് 2 നോക്കി വരുന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ നോക്കണ്ട. അവരുടെ ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ കണ്ടന്റ് ഒന്നും എടുത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മെമ്പർ ഓർ മെമ്പേഴ്സ് ഹോൾഡിംഗ് 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇല്ലേ, അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സെറ്റ് പെറ്റീഷൻ ഇസ് മെയിൻറ്റൈനബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻറ്റൈനബിൾ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, the minimum number of members as per section 244 is required only at the time of making the application. If after that any member is withdrawing the consent, it will not be affecting the application. അപ്പോൾ ആദ്യം കൊടുത്ത കൺസെന്റ് അവർ പിൻവലിച്ചാലേ അവരുടെ ആപ്ലിക്കേഷനെ ബാധിക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. Then in case the total numbers are less than the requirement, minimum requirement waive off ചെയ്യാനുള്ള പവർ ട്രിബ്യൂണൽ ഉണ്ട് as per section 241. So even if one member is applying to tribunal, tribunal is having exceptional power to accept that application. Okay, അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ആ 3 സംഭവങ്ങളാണ് നമ്മൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. So given provision is related to 241, 244, which is related to oppression and mismanagement. എന്താണ് ഗ്രൗണ്ട്സ് എന്നുള്ളതാണ് പ്രീജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്, പ്രീജുഡീഷ്യൽ ടു മെമ്പർ ഓർ മെമ്പേഴ്സ്, പ്രീജുഡീഷ്യൽ ടു ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി. ഓക്കെ, അപ്പൊ ഈ ഗ്രൗണ്ടിലാണ് ഇതർ മെമ്പേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വിൽ ബി മേക്കിംഗ് ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ. ദെൻ എത്ര പേര് ചെയ്യണം, ഒന്നെങ്കിൽ 100 members ആണ്, 1/10 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ്, 1 or more members holding 10% ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, വിച്ച് എവർ ഇസ് ലെസ്. അപ്പൊ ആദ്യത്തേൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ട്രിബ്യൂണൽ ഇസ് ഹാവിംഗ് പവർ ടു വേവ് ഓഫ് ദ മിനിമം റിക്വയർമെന്റ് അണ്ടർ ദ ആക്ട്. If any member withdraws consent after making application, application is still maintainable. Minimum members are required only at the time of making the application. So situation 600 members ആണ്, issued capital and paid up capital is same 5 CR. Application was made by 90 members holding 10,000 equity shares. അപ്പോൾ അവരുടെ number of value of shares ഒന്നും നമ്മൾ നോക്കണ്ട. 40 members withdrew their consent after making the application. സോ നമ്മൾ ഇതിന്റെ കൺക്ലൂഷൻ പറയുന്നത് 10% ഓഫ് 600 is 60, 90 പേര് കൊടുത്തിട്ടുണ്ട്. സോ ദ ആപ്ലിക്കേഷൻ വിൽ ബി ആക്സെപ്റ്റഡ്. ഓക്കെ, നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ആപ്ലിക്കേഷൻ. സോ വിഡ്രോവൽ ബൈ 40 members will not be affecting the application. If the number of members are below the limit specified under 244, tribunal has power to waive off the minimum requirement and accept the application. Okay, yes. Then moving to part A of question 6, describe insider trading as regulated under SEBI PIT regulation 2015. Institutional mechanism, direct question ആണ്. Institutional mechanism to be placed by listed company to check, control and curb insider trading. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞാൽ ആകെ 5 പോയിന്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എങ്ങനെ മെൻഷൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ആഡ് യുവർ ഓൺ വേർഡ്സ്. കുറച്ച് നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബൈങ് ഓർ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ലിസ്റ്റഡ് കമ്പനി ബൈ ഇൻസൈഡർ വെൻ ഹി ഈസ് ഹാവിംഗ് ആക്സസ് ടു UPSI. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്ന് പറയുന്നത് MD, CEO, അനലോഗസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പേഴ്സൺ, അതുപോലുള്ള ആളുകൾ അവർക്ക് എന്ത് വേണം, ദേ ഷുഡ് എൻഷുർ ദാറ്റ് ഇന്റേണൽ കൺട്രോൾ ആൻഡ് എഫക്റ്റീവ് സിസ്റ്റം ഇസ് ഇൻ പ്ലേസ്
Then അതേപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി റിവ്യൂയിങ് ദിസ് റെഗുലേഷൻസ് വൺസ് ഇൻ ഫൈനാൻഷ്യൽ ഇയർ. അവർക്ക് ഇൻക്വയറി പോളിസീസ് വേണം, പോളിസീസ് ഇൻ സിറ്റുവേഷൻ ഓഫ് ലീക്ക് ഓഫ് UPSI, ലീക്കേജ് പ്രിവെന്റ് ചെയ്യണം. ദെൻ വിസിൽ ബ്ലോവർ പോളിസീസ് ഉണ്ടാവണം. അതേപോലെ തന്നെ എനി ഇൻക്വയറീസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ ഇന്റർമീഡിയറീസ്, ഫിഡ്യൂഷ്യറീസ്, എവ്രി വൺ വിൽ ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ദ ലിസ്റ്റഡ് എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നമ്മൾ എഴുതുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി അവിടെ കൊടുക്കണം. ആൻഡ് ദ എക്സ്പ്ലനേഷൻ ഷുഡ് ബി റിലേറ്റിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. വെറുതെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കരുത്, ആ കോണ്ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാം. ഓക്കെ, then what is understood by abuse of dominant position? Section 4 of Competition Act, position of strength ആണ് enjoyed by an enterprise which enable it to affect its competitors, consumers in its favor. Then അതേപോലെ തന്നെ operate independently of competitors. ഇത് നമ്മൾ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സംഭവമാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് കൂടി നമ്മളൊന്ന് മെൻഷൻ ചെയ്യണം. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 4. പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ആണ്. Then operate independently of competitors, affect consumers or competitors in its favor. Dominance കുഴപ്പമില്ല, അബ്യൂസ് ഇസ് ട്രീറ്റഡ് ആസ് വേർഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ എഴുതിക്കോളൂ, പക്ഷേ കീവേഡ്സ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് ആൻസർ ഷീറ്റിന്റെ കോപ്പി എടുത്തിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കീവേഡ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ മാർക്ക് വരാൻ സാധ്യതയില്ല. ഈവൻ യു ഹാവ് മെൻഷൻഡ് ഓൾ ദ പോയിന്റ്സ് ഓൾസോ, ചിലപ്പോൾ അത് എന്ത് കിട്ടില്ല, നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ബാരാക്ടിന്റെ കോപ്പി പേസ്റ്റ് എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. ചില വേർഡ്സ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ലൈക്ക് പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് നമ്മൾ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഒരു ടേം എഴുതിയാലും ചിലപ്പോൾ അവരുടെ ആൻസർ കീയിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്. അത് വാല്യൂ ചെയ്യുന്ന ആളുടെ ആൻസർ കീയിൽ അത് ഇല്ലാതാവുമ്പോൾ ദേ വിൽ ബി ഇൻ എ ബിറ്റ് ഓഫ് കൺഫ്യൂഷൻ. പക്ഷെ നിങ്ങൾ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇഫ് യു ആർ ആഡിങ് യുവർ ഓൺ പോയിന്റ്സ്, ഇപ്പോൾ ഹെഡിങ് നിങ്ങൾ കറക്റ്റ് കൊടുത്ത് അതിൽ നിങ്ങളൊരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇഷ്യൂസ് ഇല്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? നേരത്തെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പറഞ്ഞില്ലേ? അപ്പോൾ MD CEO അനലോഗസ് പേഴ്സൺ ഷാൽ എൻഷുർ ദാറ്റ് ദർ ഇസ് അഡീക്വേറ്റ് ഇന്റേണൽ കൺട്രോൾ എന്ന് എഴുതിയാൽ ആ കീവേഡ് അവിടെ വന്നു, ഇന്റേണൽ കൺട്രോൾ. പിന്നെ നിങ്ങൾ അതിനൊരു 2 ലൈൻ എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കുമ്പോൾ ഇഷ്യൂ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, then following factors will constitute abuse of dominance. Then unfair, discriminatory condition or price, including predatory pricing, limiting or restricting production of goods or service, limiting or restricting technical scientific development, then indulging in denial of market access, making conclusion of contract subject to acceptance of supplementary obligation which has no connection with the main part of contract. Then അതേപോലെ തന്നെ യൂസിങ് ഡോമിനന്റ് പൊസിഷൻ ഇൻ വൺ റെലവൻറ്റ് മാർക്കറ്റ് ടു എൻറ്റർ ഇൻ ടു നെതർ. ഓക്കെ, അപ്പോൾ ഇത് യൂഷ്വൽ നമ്മൾ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു പ്രൊവിഷനാണ്. കോമ്പറ്റീഷൻ ആക്ടിൽ സെക്ഷൻ 3 ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ്, അബ്യൂസ് ഓഫ് ഡോമിനൻസ് സെക്ഷൻ 4, 5 and 6 കോമ്പിനേഷൻ അതെങ്കിലും മൈൻഡിൽ ഉണ്ടാവണം. കാരണം 5 മാർക്കിന്റെ ഏരിയ ആണ്. ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇത് ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. അപ്പൊ അത് നമുക്ക് എഴുതാൻ ആ സെക്ഷൻ നമുക്ക് അറിയണം. 3, 4, 5 and 6. Okay. Then state the provisions of Banking Regulation Act relating to disposal of non-banking. നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്ത് പറയുന്ന, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 4 തവണ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. CA ഫൈനലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? CA ഫൈനൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്ന സമയത്ത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. 7 years ആണ്. 7 years കഴിഞ്ഞാൽ അവർ ഡിസ്പോസ് ചെയ്യണം. അവർക്ക് ആ 7 yearsന്റെ ഉള്ളിൽ അവർക്ക് വേണമെങ്കിൽ അത് വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. Then 7 years ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ they have to take the approval of RBI, maximum 5 years കൊടുക്കും. As explained under section 9 of Banking Regulation Act, hold immovable property ആണ് കേട്ടോ, movable property acquired for more than 7 years. If the same is acquired for own use, there is no need to be disposed. Banking company may deal or trade in such properties. എന്ന് പറഞ്ഞാൽ ആ 7 വർഷം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. If it is not disposed in 7 years, RBI may extend the period to maximum 5 years. It should be in the best interest of the depositors and banking company. Persons eligible to claim benefits under LRS. ഇൻഡിവിജ്വൽ ആണ് ഉദ്ദേശിക്കുന്നത്. നോൺ ഇൻഡിവിജ്വലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. പക്ഷെ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽസിനാണ്. 250,000 USD നമ്മൾ പറയില്ലേ, അത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനോ ക്യാപിറ്റലിനോ കമ്പൈൻ ചെയ്തിട്ടോ എടുക്കാം. ഏതൊക്കെ പേർപ്പസ് ആണ്? പ്രൈവറ്റ് വിസിറ്റ്, ഗോയിങ് അബ്രോഡ്, ഗിഫ്റ്റ്, എമിഗ്രേഷൻ, മെയിൻ്റനൻസ്, ദെൻ ബിസിനസ് ട്രാവൽസ്, medical treatment, studies, any other current account transaction.
ഓക്കെ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് അവിടെ കുറയുന്നുണ്ടെങ്കിൽ നോൺ ഇൻഡിവിജ്വലിന്റെ കേസിൽ ഡൊണേഷൻ അപ് ടു 1% ഓർ 5 million ഒക്കെ കേസില്ലേ, അതും വേണമെങ്കിൽ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇൻഡിവിജ്വൽ ആണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ കേസാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ദ ഒഫൻസസ് ഓഫ് മണി ലോണ്ടറിങ് ലിസ്റ്റഡ്. സി, ഒഫൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഡിഫറെന്റ് ഷെഡ്യൂൾസ് അണ്ടർ PMLA. പണിഷ്മെന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഒഫൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡോണ്ട് റൈറ്റ് സെക്ഷൻ 4 പണിഷ്മെന്റ് ഇതാണെന്ന് പറയല്ല വേണ്ടത്, അത് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ മെയിൻ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ഒഫൻസ് ഓർ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ മണി ലോണ്ടറിങ് എന്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ദെൻ ഒഫൻസസ് എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ടു ബി മെൻഷൻഡ് ഇൻ ഷെഡ്യൂൾ. പാർട്ട് എയിൽ 29 പാരഗ്രാഫ് ആണ്. യുവർ സ്റ്റഡി മെറ്റീരിയൽ ഷോസ് ഇറ്റ് ആസ് 28. അത് മിസ്റ്റേക്ക് ആണ്, അത് തന്നെ നിങ്ങളുടെ സജസ്റ്റഡിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് മൈൻഡ് ചെയ്യേണ്ട. 29 പാരഗ്രാഫ് ആണ് അത്. 29 പാരഗ്രാഫ് 29 ആക്ട് ആണ്. Then offenses involving value 1 CR or above, section 130 of Customs Act, false declaration of a bill of entry. Then offenses of cross border implication. പാർട്ട് എയിലുള്ള സംഭവം ക്രോസ് ബോർഡർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പാർട്ട് സിയിൽ വരുന്നത്. പാർട്ട് എയിൽ നമുക്ക് 29 പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും, കാരണം ഒഫൻസസ് ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അറിയുന്ന ഒരു 5-6 അവിടെ മെൻഷൻ ചെയ്യാം. ഒന്ന് IPC ആണ്, NDPS ഉണ്ട്, ദെൻ അതേപോലെ തന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ഉണ്ട്, UAPA ഉണ്ട്, കോപ്പിറൈറ്റ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, then Companies Act ഉണ്ട്, etc. etc. Okay. Then question number 8, part A. All dues of MSME vendors have to be paid, not paid. Paid ആണ്, paid in time. In case of delay in making the payment, there will be some disallowance or interest payment to be made by buyer. See, ഇത് വളരെ സിമ്പിൾ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള സംഭവമാണ്. നമ്മൾ MSME ആണ് നമ്മളെങ്കിൽ, ഇഫ് വി ആർ എ സപ്ലയർ ഹു ഇസ് രജിസ്റ്റേർഡ് അണ്ടർ MSME, നമ്മളും നമ്മുടെ ബയറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം വിത്ത് റെസ്പെക്ട് ടു ദ പേയ്മെന്റ്. അപ്പോൾ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഷുഡ് നോട്ട് ബി എക്സീഡിങ് 45 days. നമ്മൾ ബയറിനോട് പറയുന്നു എന്റെ സാധനം എടുത്തിട്ട് 60 ദിവസം തന്നിട്ട് പേയ്മെന്റ് തന്നാൽ അത് പറ്റില്ല. നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് വെച്ചോളൂ, either 20 days, 30 days, 40 days, 45 ഡേയ്സിന്റെ മുകളിൽ എഗ്രിമെന്റ് വെക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾ എഗ്രിമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓൺ അപ്പോയിന്റഡ് ഡേ. അപ്പോയിന്റഡ് ഡേ എന്ന് പറഞ്ഞാൽ ഡേ ആഫ്റ്റർ എക്സ്പയറി ഓഫ് 15 days ആണ്. ഓക്കെ, ഇനി നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, MSMEക്ക് പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾ MSME സപ്ലയർ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ പേയ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസിസ്. ഓക്കെ, 3 times ബാങ്ക് റേറ്റ് ആവും അത് വരിക. നിങ്ങളുടെ ആനുവൽ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ആണെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യണം, ഡിസലവൻസ് ആയിട്ട് വരും. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി പറയാറുള്ളതാണ്, ദ സെയിം പ്രൊവിഷൻസ്. സെക്ഷൻ നമുക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല, പക്ഷെ MSMED ആക്ട് എന്ന് എഴുതണം, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് എഴുതാതിരിക്കരുത്, അത് എഴുതാതെ നേരെ ആൻസറിലോട്ട് പോകരുത്. ഈവൻ ദോ ഇഫ് ദീസ് പ്രൊവിഷൻസ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ സജസ്റ്റഡ് ആൻസർ, ഡോണ്ട് ആസ്ക് മീ സച്ച് ക്വസ്റ്റ്യൻസ്. അതായത് സജസ്റ്റഡ് ആൻസറിൽ അതിൽ പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ ഞാനും അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്, സജസ്റ്റഡ് ആൻസറിൽ ഉള്ളത് പോലെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, പക്ഷേ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പലരുടെയും കൺസേൺ ആണത്, ജെന്യുവിൻ കൺസേൺ ആണ്. കാരണം സജസ്റ്റഡ് ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ആൻസർ കീ അല്ല, നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കണം. ആൻസർ കീ അല്ല അതൊരിക്കലും, ആൻസർ കീ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ അറിയില്ലെങ്കിൽ ആ പ്രൊവിഷൻസ് എങ്കിലും അവിടെ മെൻഷൻ ചെയ്യണം, ഏത് ആക്ട് ആണ് മെൻഷൻ ചെയ്യണം. When a supplier provides goods or services, buyer has to make payment on or before agreed date. Agreed date എന്ന് പറഞ്ഞാൽ 45 ഡേയ്സിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. Agreed date ഇല്ലെങ്കിൽ അപ്പോയിന്റഡ് ഡേയിലാണ് ചെയ്യേണ്ടത്. അപ്പോയിന്റഡ് ഡേ എന്ന് പറഞ്ഞാൽ 15 days കഴിഞ്ഞ് വരുന്ന ദിവസമാണ്. ഡിലേഡ് പേയ്മെന്റിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, 3 times ബാങ്ക് റേറ്റ് ആണ്. ദെൻ ആനുവൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഇത് മെൻഷൻ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ഡിസലവൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമാൽഗമേഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മളിത് ഈ പ്രൊവിഷൻ എടുക്കുമ്പോൾ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ മെൻഷനിങ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് എന്നാണ് പറയാറുള്ളത്. ആ സെക്ഷനിൽ വേറെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 കമ്പനീസിനല്ലേ അമാൽഗമേറ്റ് ചെയ്യുന്നത്, അപ്പൊ 2 കമ്പനീസിനും ഡ്രാഫ്റ്റ് ഓർഡർ കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് പറയാനുണ്ടെങ്കിൽ, മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കേൾക്കണം. 2 ഹൗസസ് ഓഫ് പാർലമെന്റിലും ഇടണം. ദെൻ ട്രാൻസ്ഫറർ കമ്പനിക്ക് എഗെയിൻസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നോ, ലയബിലിറ്റീസ് എന്തൊക്കെ ഉണ്ടായിരുന്നോ, കേസസ് എന്തൊക്കെ ഉണ്ടായിരുന്നോ, ദാറ്റ് വിൽ ബി ടേക്കൺ ബൈ ട്രാൻസ്ഫറി കമ്പനി. ആരൊക്കെയാണോ ഹു ആർ ദ മെമ്പേഴ്സ് ക്രെഡിറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി, ദേ വിൽ ബി ഗെറ്റിംഗ് ദ റൈറ്റ് പ്രൊപ്പോർഷൻ, കറക്റ്റ്
ഷെയർ ഇൻ ദ ട്രാൻസ്ഫറി കമ്പനി. ഇപ്പോൾ ഇവിടെ 100 ഷെയർ ഉള്ള ആൾക്ക് ഇവിടെയും 100 ഷെയർ കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി എൻടൈറ്റിൽ ഫോർ എ കോമ്പൻസേഷൻ. ഇത്രയാണ് 237 പറയുന്നത്. ഓക്കെ, ഓർഡർ അമാൽഗമേഷൻ ഓഫ് 2 or more companies in public interest by providing in official gazette. ലീഗൽ പ്രൊസീഡിംഗ് കണ്ടിന്യൂ ചെയ്യും ട്രാൻസ്ഫറി കമ്പനിക്ക് അഗേൻസ്റ്റ്. ദേ വിൽ ബി ഹാവിംഗ് ദ സെയിം റൈറ്റ്സ്. ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഇൻ റൈറ്റ്സ് ഓർ ഇൻട്രസ്റ്റ് ദേ വിൽ ബി ലയബിൾ ഫോർ കോമ്പൻസേഷൻ. അസസ്മെന്റ് ഓഫ് കോമ്പൻസേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദേ ക്യാൻ പ്രിഫർ ആൻ അപ്പീൽ ടു ട്രിബ്യൂണൽ ഇൻ 30 days. Copy of proposed order shall be sent in draft to each of the companies. Modification shall also be considered by central government. Copies of every order shall be laid before each houses of parliament. Okay, അപ്പോൾ നമ്മളൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടാവരുത്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, അത് എനിക്കും അറിയാം. നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞു തരുമ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജൂൺ 25 നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ റൈറ്റിങ്ങിൽ മാറ്റേണ്ടത്, അതാണ് ഒന്ന്. നമ്പർ 2, ഇത് എക്സാക്ട് ആൻസർ കീയോ അല്ലെങ്കിൽ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് തരുന്നുള്ള യാതൊരു ഡിസ്ക്ലെയിമറോ യാതൊരു സർട്ടിഫിക്കേഷനോ ഞാൻ തരുന്നില്ല. ഇത് എൻ്റെ ഒരു സജസ്റ്റഡ് ആൻസർ മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദ സജസ്റ്റഡ് ആൻസർ വിച്ച് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ഗിവൺ. ഒരു മോഡ് ഓഫ് റൈറ്റിംഗ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ഇതേപോലെ എഴുതി മാർക്ക് വന്നില്ല, മാർക്ക് കിട്ടിയില്ല, അത് അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്കാണ് നിങ്ങളെടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ഈ ഫ്രെയിം വർക്ക് എഴുതി കഴിഞ്ഞാൽ അത് നന്നായിരിക്കും, ഒന്നുകൂടി പ്രസന്റേഷൻ ഒന്നുകൂടി നന്നാവും എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാമിന്റെ ഡേ ആവുമ്പോൾ ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ നമ്മൾ ഈ പറയുന്ന ഒരു ഈസിനെസ് ഉണ്ടാവില്ല. പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഈസിനെസ് ചിലപ്പോൾ ഒരു പ്രഷർ സിറ്റുവേഷൻ അല്ലേ, എത്രയായാലും ഒരു പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിങ്ങൾ കൺസേൺഡ് ആവുക വേണ്ട. ആ ദിവസം എന്തൊക്കെ കൺസേൺ എന്തൊക്കെ പ്രഷർ ഉണ്ടെങ്കിലും ദ ആൻസർ വിൽ ബി കമ്മിങ് ടു യുവർ മൈൻഡ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രസന്റേഷൻ ഒന്നുകൂടി നന്നാക്കുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഇഷ്യൂ അല്ല. ഞാൻ പറയുന്നത് പ്രസന്റേഷൻ നല്ല വൃത്തിക്ക് എഴുതുക, പോയിന്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഹെഡിങ് കൊടുക്കുന്നിടത്ത് ഹെഡിങ് കൊടുക്കുക. ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒന്നുകൂടി ഈസിനെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കേസ് ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് ലീഗൽ പ്രൊവിഷൻ, സിറ്റുവേഷൻ, കൺക്ലൂഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ബെറ്റർ ആവും എന്നുള്ളതാണ് ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വരീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു communicate to me, please do address to me. Okay, so all the best for your June 25 examination in advance. Thank you.